ഓം ശാന്തി. 4 ഭാഗത്തു നിന്നും ബുദ്ധിയെ വേർപെടുത്തി സ്വയം തന്നെ ദിവ്യദൃഷ്ടിയിലൂടെ കാണുന്നു. ഈ ദേഹത്തിൽ ഭൃഗുടി ആസനത്തിൽ ഞാനിരിക്കുന്നു. ഞാൻ ഒരു ജ്യോതിബിന്ദു ആത്മാവാണ്. ഞാൻ ഈ സൃഷ്ടിരൂപി ഡ്രാമയിൽ അനേക ദേഹരൂപി വസ്ത്രം ധരിച്ച് അനേക ജന്മമെടുത്തു. ഇതെന്റെ അന്തിമ ജന്മമാണ്. 84 ജന്മങ്ങളുടെ കളി പൂർണ്ണമായി. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു എന്നെ കൂടെ കൊണ്ടുപോകാൻ. എനിക്ക് ബാബയുടെ കൂടെ വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ എനിക്ക് ഈ ലോകത്തോട് യാതൊരു മമത്വവുമില്ല. സർവ്വതും മറന്ന് ഇപ്പോൾ കേവലം ബുദ്ധിയിൽ ഒരു ബാബയുടെ ഓർമ്മ മാത്രം. ഒരു ബാബയോട് ഞാൻ ആത്മാവ് പ്രീതബുദ്ധിയാണ്. ഞാൻ ഒരു ബാബയിൽ ലവ്ലീനമാകുന്നു. ഒരു ബാബയോട് സത്യപ്രീതി വെച്ച് പഴയ ലോകത്തോടും പഴയ ശരീരത്തോടും സ്നേഹം സമാപ്തമാക്കുന്നു. ഈ പഴയ ലോകത്തിൽ നിന്നും ജീവിച്ചിരിക്കെ മരിക്കുന്നു. ഒന്നിനോടും സ്നേഹമില്ല. കേവലം ഒരു ബാബയോട് സ്നേഹം മാത്രം. ഞാൻ ആത്മാവിൻ്റെ പ്രീതി ഒരു ശിവപരമാത്മാവിനോടാണ്. പ്രീതബുദ്ധിയായി എൻ്റെ ബുദ്ധിയോഗം ഒരു സർവശക്തിവാൻ ബാബയോട് ചേർക്കുന്നു. ഞാൻ അനുഭവം ചെയ്യുന്നു, സർവശക്തിവാൻ ബാബ ഞാൻ ആത്മാവിന് സർവശക്തികളും നൽകി ശക്തിവാനാക്കി. ബാബയുടെ മുഴുവൻ ശക്തിയും ഇപ്പോൾ എന്നിലെത്തിയിരിക്കുന്നു. ഞാൻ ശിവശക്തിയാണ്, സദാ വിജയിയാണ്. ബാബയോട് പ്രീതിയാണ്. ഞാൻ വിജയമാലയിലെ മണിയാകുന്നു. ഞാൻ പ്രീതബുദ്ധി ആത്മാവാണ്. എനിക്ക് ബാബയോട് അതിപ്രീതിയാണ്. സർവരിൽ നിന്നും പ്രീതി ഒഴിവാക്കി ഒരു ബാബയോട് പ്രീതി ചേർത്ത് വെക്കുന്നു. നഷ്ടമോഹസ്മൃതി സ്വരൂപമാകുന്നു. ഈ പഴയ ലോകത്തോട് മോഹമില്ല, പ്രീതിയില്ല. ഇത് നശിക്കാൻ പോകുന്നതാണെന്നറിയാം. ഇപ്പോൾ എൻ്റെ പ്രീതി പുതിയ ലോകമുണ്ടാക്കുന്ന ബാബയോടാണ്, പുതിയ ലോകത്തോടാണ്. മനസ്സിൽ ഒരേ ഒരു ചിന്തയാണ്, വീട്ടിലേക്ക് പോകണം. പിന്നീട് പുതിയ ലോകം സ്വർഗത്തിലേക്ക് വരണം. രചയിത ബാബ എനിക്ക് വേണ്ടി പുതിയ ലോകത്തിൻ്റെ രചന ചെയ്യുന്നു.
പുതിയ ലോകത്തിൽ ഞാൻ രാജ്യം ഭരിക്കുന്നു. ഞാൻ ഇപ്പോൾ നഷ്ടമോഹ സ്മൃതി സ്വരൂപമാകുന്നു. ഞാൻ അളവറ്റ സന്തോഷത്തിലാണ്. എന്തെന്നാൽ ഞാൻ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകും. പിന്നീട് പുതിയ വസ്ത്രവുമായി പുതിയ ലോകത്തേക്ക് പോകും. ബാബ ഡ്രാമയുടെ രഹസ്യത്തെ മനസ്സിലാക്കി തരുന്നു. ഡ്രാമ ഒരു ഒച്ചിനെ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ പാർട്ടും 5000 വർഷത്തിനു ശേഷം വീണ്ടും ആവർത്തിക്കുന്നു. ഈ രഹസ്യം അറിയുന്നവർ ഉയർന്ന പദവിയെടുക്കുന്നു. എനിക്ക് ഭഗവാനെ ലഭിച്ചു. ഭക്തിക്ക് ശേഷം ഭഗവാൻ വന്ന് ഭക്തിയുടെ ഫലം നൽകുന്നു. ഭക്തിയിൽ ഞാൻ ഒരുപാട് പരിശ്രമിച്ചു. ഭഗവാൻ തീർച്ചയായും ഫലം നൽകുന്നു. ഭക്തർ ഒരുപാട് ആടുകയും പാടുകയും ചെയ്യുന്നു. സ്നേഹത്താൽ കണ്ണീർ പൊഴിക്കുന്നു. എന്നാൽ ഭഗവാൻ ആരാണെന്നറിയില്ല. അതിനായി ദേഹി അഭിമാനിയാകണം. ഇപ്പോൾ ഞാൻ ആത്മാവിന് 3ാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നു. മുഴുവൻ സൃഷ്ടി ചക്രത്തിൻ്റെ ജ്ഞാനം നോളജ്ഫുള്ളായ ബാബ നൽകുന്നു. ഞാൻ നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന പദവി നേടി മാലയിൽ സമീപത്ത് കോർക്കപ്പെടാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. കർമാതീതമാകാൻ ഓർമ്മയിലിരിക്കുന്നു. എനിക്കറിയാം, ഞാൻ 84 ജന്മങ്ങളെടുത്ത് ഇപ്പോൾ തിരിച്ചു പോകുകയാണ്. ദേഹി അഭിമാനിയായാൽ സന്തോഷത്തിൻ്റെ അതിര് കടക്കും. കൽപ്പം മുമ്പത്തെ പോലെ ബാബ എന്നെ കൊണ്ട് പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. ഞാൻ ആത്മാവും അവിനാശിയാണ്, പാർട്ടും അവിനാശിയാണ്. മുഖ്യ കാര്യം പാവനമായി മാറണമെന്നതാണ്. ഞാൻ ബാബയുടെ ഓർമ്മയിലിരുന്ന് കർമ്മം ചെയ്യുന്നു. ഒരു പ്രിയതമൻ്റെ പ്രിയതമയാണ്. പ്രിയതമൻ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഭഗവാൻ ഒന്നേയുള്ളൂ. എല്ലാ ഭക്തർക്കും ഫലം നൽകുന്നത് ഒരു ഭഗവാനാണ്. ഞാൻ ഈ സ്റ്റേജിൽ എൻ്റെ പാർട്ട് അഭിനയിക്കുന്നു. ഞാൻ പൂജ്യനായിരുന്നു, ഇപ്പോൾ പൂജാരിയായിരിക്കുന്നു. വീണ്ടും പൂജ്യനാവുകയാണ്. ബാബ കൽപ്പകൽപ്പം സംഗമയുഗത്തിൽ വന്ന് ഈ അറിവ് നൽകുന്നു. ഈ പഴയ ലോകത്തിൻ്റെ വിനാശം മുന്നിൽ നിൽക്കുന്നു. ബാബ രാജയോഗം പഠിപ്പിക്കുന്നു. ഇത് പരിധിയില്ലാത്ത ഘടികാരമാണ്. ബാബ ദിവ്യദൃഷ്ടിയിലൂടെ ഈ ഘടികാരം ഉണ്ടാക്കിച്ചു. ഇടയ്ക്കിടെ ഞാൻ ഈ പരിധിയില്ലാത്ത ഘടികാരം നോക്കുന്നു. ഇത്
ജ്ഞാനയജ്ഞമാണ്. ബ്രാഹ്മണർ ഇതിൻ്റെ സംരക്ഷണം ചെയ്യുന്നു. ബാബ ഡ്രാമാനുസാരം ആത്മാക്കളെ പഴയ ദുഃഖലോകത്തിൽ നിന്നും ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. എനിക്ക് മുക്തിയിലേക്ക് പോയി പിന്നീട് ജീവൻ മുക്തിയിലേക്ക് വരണം. ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് സുഖം നൽകുന്നതിനായി തീർത്ഥസ്ഥാനങ്ങൾ നിർമ്മിക്കുന്നു. സത്യമായ തീർത്ഥം ഒരു ബാബയുടേതാണ്. ഭക്തിമാർഗത്തിൽ വജ്രങ്ങളും രത്നങ്ങളും കൊണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. എന്നാൽ ബാബ ഇരിക്കുന്നത് പതിത ലോകത്തിൽ പതിത ശരീരത്തിലാണ്. ഞാൻ ബാബയെ തിരിച്ചറിഞ്ഞു. ബാബയുടെ സഹായിയായി മാറുന്നു. ബാബയും ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിതനാണ്. ഡ്രാമയിൽ വിനാശവും അടങ്ങിയിരിക്കുന്നു. ബാബയുടെ പാർട്ട് ഏറ്റവും വലുതാണ്. അതാണ് സൃഷ്ടിയെ മാറ്റുക, പതിതത്തിൽ നിന്നും പാവനമാക്കുക. ഞാൻ ശിവബാബയുടെ സേനയിലാണ്. രാവണന്റെ മേലെ വിജയം നേടുകയാണ്. ബാബയിൽ നിന്നും പൂർണ്ണ സമ്പത്ത് നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഇതാണ് ആത്മീയ പ്രകൃതി ചികിത്സ. മുഖത്തിലൂടെ മന്മനാഭവ എന്ന മന്ത്രം പറയുന്നു. ഞാൻ ഈ മുള്ളുകളുടെ കാട്ടിൽ നിന്നും പൂന്തോട്ടത്തിലേക്ക് പോകുകയാണ്. ബാബയെ ഓർമ്മിച്ച് ദുഃഖങ്ങളില്ലാതാക്കുന്നു. പരസ്പരം ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. ഉയർന്ന പദവി നേടുന്നതിനായി ബാബയുടെ പരിപൂർണ സഹായിയായി മാറണം. ആത്മാക്കൾക്ക് വഴി കാണിച്ചു കൊടുത്ത് പരിധിയില്ലാത്ത ഘടികാരത്തെ ഓർമ്മിക്കണം. ഈ യജ്ഞത്തിൻ്റെ സംരക്ഷണം ചെയ്യുന്ന സത്യമായ ബ്രാഹ്മണനാകുന്നു. ബാബ വരദാനം നിരിക്കുന്നു. നഷ്ടോമോഹ സ്മൃതി സ്വരൂപമായി ഭവിക്കട്ടെ. ഞാൻ മന്മനാഭവ എന്ന വിധിയിലൂടെ ബന്ധനങ്ങളുടെ ബീജത്തെ സമാപ്തമാക്കുന്നു. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ശ്വാസം ഉന്മേഷ ഉത്സാഹമാണ്. അതിനാൽ ഏത് സാഹചര്യത്തിലും ഉന്മേഷ ഉത്സാഹത്തിൻ്റെ പ്രഷർ കുറയരുത്. ഓം ശാന്തി.